ഇടപെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഞാൻ പറഞ്ഞ കാര്യത്തിന് അപ്പുറം എന്തെങ്കിലും ഒരു കാര്യം പ്രിയപ്പെട്ട ഇപ്പൊ എന്നെ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്നെ വ്യക്തിപരമായി ശകാരിച്ചാലോ ശകാരിച്ചില്ലെങ്കിലോ അത് മാധ്യമങ്ങളിലൂടെ പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ, അല്ലേ? നേതൃത്വം പോകണ്ട, ഇനി ചർച്ചയില്ലാന്ന് തീരുമാനിച്ചെടുത്ത് രാഹുൽ എന്തുകൊണ്ടാണ്? അത് ഞാൻ വളരെ വിശദമായിട്ട് രാവിലെ ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് ഞാൻ അതിനെപ്പറ്റി വളരെ വിശദമായി വിശദീകരിച്ചതാണ്. അതിനെപ്പറ്റി ഒരു വാക്ക് പോലും എനിക്ക് അദ്ദേഹത്തിൽ പറയാനില്ല. പിന്നെ ഇപ്പം നിങ്ങൾ വന്നിട്ട് എന്തോ ഒരു മാറ്റം സംഭവിച്ചതുപോലെ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് കൗതുകം ഉണ്ടായത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നേതൃത്വത്തിന് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നേതൃത്വം പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ലല്ലോ. നേതൃത്വത്തിന് അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് തെറ്റാണ്. CPM-ന് വടി കിട്ടിയല്ലോ എന്ന് 23-ാം തീയതി അറിയാലോ. ഇതിനേക്കാൾ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ പാലക്കാട് വ്യക്തിപരമായി അനുഭവിച്ച ആളാണ് ഞാൻ. ഇതോടുകൂടി തീർന്നു, UDF തീർന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു വിഷ്വൽ എനിക്ക് ഒരാൾ അയച്ചു തരായിരുന്നു. ഒരു മാധ്യമ സ്ഥാപനം ഒരു പാർട്ടിയുടെ റാലി നടന്നപ്പോൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചെടുപ്പ് കൂടി. അപ്പോൾ വേറൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ കമന്റാണ് അവസാനിച്ചു, UDF അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിടത്തുനിന്ന് ഇപ്പം ഞാനല്ലേ പാലക്കാട് MLA, അങ്ങനെ പറഞ്ഞിടത്തുനിന്ന് ചാണ്ടി ഉമ്മൻ അല്ലേ പുതുപ്പള്ളിയുടെ MLA, അങ്ങനെ പറഞ്ഞിടത്തുനിന്ന് ഉമാ തോമസ് അല്ലേ തൃക്കാക്കരയുടെ MLA, ഷാഫി പറമ്പിലല്ലേ വടകരയുടെ MP. അപ്പം അതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. രാവിലെ പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നതെന്ന് പറയുന്നു. പക്ഷേ നേതൃത്വം ആവശ്യപ്പെടാതെ എന്തുകൊണ്ടാണ് PV അൻവർ? അത് ഞാൻ വളരെ വിശദമായി രാവിലെ പറഞ്ഞു. ഞാനത് പറഞ്ഞല്ലോ, അത് വ്യക്തിപരമായി കണ്ടതാണ് എന്ന് ഞാനത് പറഞ്ഞല്ലോ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ സമയത്ത് പാർട്ടിയുടെ അറിവോടെ പോകുന്നതും അല്ലാതെ പോകുന്നതും തമ്മിലുള്ള ഒരു പ്രശ്നമില്ലേ? അങ്ങനെ തോന്നുന്നില്ല? അല്ല, പാർട്ടിയുടെ അറിവോടെയാണ് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഏതെങ്കിലും നേതാക്കന്മാർ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയതെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ഇപ്പം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഏതാണ് അല്ലെ പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഒരു കൺഫ്യൂഷൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറെ കമന്റുകൾ പറയണം, അപ്പൊ ഇതങ്ങ് എയറിൽ നിർത്തണം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിനും എതിരായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വാർത്ത കിട്ടില്ല. അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് വെറുതായിട്ടുള്ള ആത്മവിശ്വാസം അല്ല. ഇപ്പൊ നേതൃത്വം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വം എന്നോട് പറയുകയാണ് എന്റെ ഒരു പ്രവൃത്തി തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുന്നു. അപ്പൊ ഈ പോയത് തെറ്റാണ്. അല്ല, കോൺഗ്രസ് നേതൃത്വം എന്നോട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർക്കാണല്ലോ കുറെ കൂടെ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എന്നേക്കാൾ വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളാണല്ലോ ഇതിന്റെ നേതൃത്വം, അല്ലേ? അപ്പൊ നേതൃത്വം ഇപ്പൊ പാർട്ടി എന്നോട് പറയുകയാണ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയുന്നില്ല, ഞാനാണ് ശരി എന്നാണ് പറയുന്നത്. പാർട്ടി പറയുന്നതാണ് ശരി. പാർട്ടി എന്താണോ പറഞ്ഞത് അതാണ് ശരി. അല്ല, പാർട്ടി എന്താണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് നേതൃത്വം എന്നോട് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. എന്നോട് പാർട്ടി നേതൃത്വം ഇപ്പൊ പറയുകയാണ് അത് തെറ്റാണ്. പാർട്ടി നേതൃത്വം അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന്. അതിനകത്ത് വ്യക്തിപരമായി പിന്നെ എന്ത് ശരി പറയുന്നുണ്ട്. അപ്പം അതായത് രാഹുലിനെ തന്നെ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പോക്ക് വേണ്ടായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു എന്നൊരു തോന്നൽ? രാഹുൽ പറഞ്ഞു രാവിലെ തന്നെ വ്യക്തിപരമായിരുന്നു സന്ദർശനം. അതായത് ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് അവരും പറയുന്നത്. ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്തൊരു പ്രശ്നം ഇപ്പം നിങ്ങളുടെ ഒരു വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം എൻ്റെ അടുത്തൊന്നും കിട്ടുന്നില്ല. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പാർട്ടി നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞല്ലോ, VD സതീശൻ ശകാരിച്ചു എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ല സഹോദര, ഞാൻ പറയട്ടെ സഹോദര, അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ മുഖത്ത് തന്നെ നിരാശയുണ്ട്. ആ ചമ്മലും ചടുപ്പും അങ്ങയുടെ മുഖത്തെ ചിരിയിലുണ്ട്. ഞാൻ പറയട്ടെ അതായത് ഞാൻ അന്നേരം അതിനെതിരായിട്ട് എന്തൊരു ഔട്ട്സ്പോക്കൺ ആകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ കോൺഗ്രസിന് ഔട്ട്സ്പോക്കൺ ആകാൻ ഉദ്ദേശിക്കുന്നില്ല, കോൺഗ്രസ് ലീഡർഷിപ്പിന് ഔട്ട്സ്പോക്കൺ ആകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ ഔട്ട്സ്പോക്കൺ ആയിട്ടാകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പം നേതൃത്വം എന്നെ ശകാരിച്ചു എന്ന് അവർ പറഞ്ഞാൽ എന്നെ ശകാരിച്ചു. നേതൃത്വം അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം പാർട്ടിയാണ് ആത്യന്തികം, പാർട്ടിയാണ് വലുത്, നേതൃത്വമാണ് വലുത്. ആ നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തായിരിക്കും തെറ്റ്. അല്ല, അതിന് ഞാൻ വളരെ രാവിലെ വിശദമായി പറഞ്ഞതാണ്. അതായത് ഞാനത് വളരെ വ്യക്തിപരമായി കണ്ടതാണ്. കാരണം വ്യക്തിപരമായി കണ്ടിട്ട് അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കണമെന്നല്ല പറയുന്നത്. അദ്ദേഹത്തോട് മുന്നണിയിൽ ചേരാൻ അദ്ദേഹത്തോട് നമ്മൾ പറയുന്നത് എന്താണ്? അദ്ദേഹം ചെയ്ത തെറ്റുകളാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല, നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ. നിങ്ങൾ വൈകാരികമായിട്ടാണ് ഈ വിഷയത്തെ പ്രതികരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞൊരു കോസുണ്ട്, നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് പറഞ്ഞൊരു കോസ് ഉണ്ട്. ഞാൻ ആ കോസിനോട് ഐക്യപ്പെടുന്ന ആളാണ്. പിണറായിസത്തിനെതിരായിട്ടുള്ളൊരു കോസ്, നമ്മളിപ്പം സംഘിസം എന്ന് പറയുന്ന പോലെ തന്നെ പിണറായിസം, സംഘിസത്തിനെതിരായിട്ട് ആര് സംസാരിച്ചാലും നമ്മളത് ആരാണ് ഏതാണ് എന്ന് പോയി ചെകഞ്ഞു നോക്കിയിട്ടല്ലോ ആദ്യം പറയുന്നത്. അവർ പറയുന്ന ആശയത്തിന് ഒരു പ്രാധാന്യമുണ്ട്. പിന്നാണ് അവരുടെ പറയുന്ന ലക്ഷ്യമൊക്കെ പറയുന്നത്.
എന്ന് പറയുന്ന പോലെ പിണറായിസത്തിനെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പിണറായിസം ഈസ് എ റിയാലിറ്റി. അത് മാധ്യമപ്രവർത്തകരായി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, പൊതുപ്രവർത്തകരായി ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, സാധാരണ മനുഷ്യന്മാർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ പിണറായിസത്തെ പറ്റി ആര് വോക്കൽ ചെയ്താലും അതിനോട് ഐക്യദാർഢ്യപ്പെടും. ആ ഐക്യദാർഢ്യപ്പെടുന്ന ആളോട് നിങ്ങളുടെ ട്രാക്ക് തെറ്റാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് പോയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പ്രതികരിക്കുകയാണ്. പാർട്ടി തന്റെ നീക്കം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും പോയത് ശരിയായോ ഇല്ലേ എന്ന വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും PV അൻവറിന്റെ വാർത്താ സമ്മേളനം ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുകയാണ്. അത് കാത്തിരിക്കുക തന്നെയാണ്. രാഷ്ട്രീയ കേരളം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.